ഷാർജയിൽ നിന്ന് ഷിനോജ് ഷംസുദ്ദീൻ കൂടി കൂടുതൽ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ഷിനോജ്, എന്തായാലും വലിയ പീഡനം അതുല്യ ഏറ്റുവാങ്ങിയിരുന്നു എന്ന് തന്നെയാണ് കുടുംബാംഗങ്ങളൊക്കെ അമ്മയുടെ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ മൊഴി നൽകുന്നത്. ഷാർജയിൽ ഭർത്താവ് ജോലിക്ക് പോകുമ്പോൾ അവരെ വീട്ടിൽ പൂട്ടിയിട്ടാണ് പോയിരുന്നത്. സംശയരോഗമടക്കം ഭർത്താവിനുണ്ടായിരുന്നു തുടങ്ങിയ വിവരങ്ങളൊക്കെ പറയുന്നുണ്ട്. നിലവിൽ ഈ ഷാർജ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു എന്നുള്ള വിവരങ്ങൾ കൂടി ലഭിക്കുന്നു. ഷാർജയിൽ ഇതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിൽ പരാതി നൽകാനോ മറ്റോ അതുല്യ തയ്യാറായിരുന്നു? അതുമായി ബന്ധപ്പെട്ട് അങ്ങനെ എന്തെങ്കിലും വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ടോ ഷിനോജ്? ജിൻസി, നമുക്കിവിടെ നിന്ന് ലഭിക്കുന്ന വിവരം അനുസരിച്ച് നേരത്തെ ഇത്തരമൊരു പരാതിക്ക് അതുല്യ ശ്രമം നടത്തിയിരുന്നു. ഇതിനായും ഷാർജയിൽ പരാതി നൽകുന്നതിനായി മുന്നോട്ട് പോവുകയും ചെയ്യുന്നു. പക്ഷേ ബന്ധുക്കൾ പലരും ഇടപെട്ടും അല്ലെങ്കിൽ ഇത് ഒത്തുതീർപ്പാക്കി മുന്നോട്ട് പോകാം, ആ മകളുടെ ഭാവി തുടങ്ങിയ കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇവിടെ കേസ് രജിസ്റ്റർ ചെയ്യുന്ന നടപടിയിൽ നിന്ന് അവസാനം ഇവർ രണ്ടു കൂട്ടരും ബോധ്യപ്പെട്ട് പിന്മാറുകയായിരുന്നു എന്നാണ് ബന്ധുക്കൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ നിലവിൽ ഗാർഹിക പീഡനവുമായി ബന്ധപ്പെട്ട് ഷാർജയിൽ ഒരു കേസ് നിലവിലുണ്ടോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. കാരണം പരാതി ഉന്നയിക്കാൻ പുറപ്പെട്ടുവെങ്കിലും അതിൻ്റെ നടപടികൾ പൂർത്തീകരിച്ചിട്ടില്ല, അല്ലെങ്കിൽ അത് രേഖാമൂലം അധികൃതരുടെ മുന്നിലില്ല എന്നാണ് ഇതുവരെയുള്ള ഇതിൽ മനസ്സിലാക്കുന്നത്. പക്ഷേ അതുല്യയുടെ സഹോദരി അഖില ഇവിടെയുണ്ട്, അതുപോലെ അവരുടെ ഭർത്താവ് ഇവിടെയുണ്ട്. അവർക്ക് ഇപ്പോഴും ഈ തെളിവുകളുമായി പോലീസിനെ സമീപിക്കാവുന്നതാണ്, ശക്തമായ നിയമ നടപടികളുമായി മുന്നോട്ട് പോകാവുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ഇതിൽ കൊലപാതകം സംശയിക്കുന്നുണ്ടെങ്കിൽ അത്തരമൊരു പരാതി ഇവിടെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇവിടെ നടപടി ഉണ്ടാകും എന്നുള്ളതാണ്. നേരത്തെ ജിൻസി സൂചിപ്പിച്ചതുപോലെ ഷാർജയിലെ ഒരു മാളിൽ സെയിൽസ് പ്രൊമോട്ടറായിട്ടാണ് കഴിഞ്ഞ ദിവസം അതുല്യയ്ക്ക് ജോലി ലഭിച്ചത്. അതിലേക്ക് പ്രവേശിക്കാനിരിക്കുന്ന ദിവസം തന്നെയാണ് ഈ മരണവും പുറത്തു വരുന്നത്. ഡിഗ്രിയുള്ള ആളാണ് അതുല്യ, പക്ഷേ ഇതുവരെ ജോലിക്കൊന്നും പോയിരുന്നില്ല. പക്ഷേ കാത്തിരുന്ന് ഒരുപാട് കാലത്തെ ശ്രമങ്ങൾക്ക് ശേഷമാണ് മാളിൽ സെയിൽ പ്രൊമോട്ടറായിട്ട് ജോലി ലഭിക്കുന്നത്. അന്നേ ദിവസം തന്നെയാണ് ഈ മരണം നടക്കുന്നത് എന്നുള്ളത് കൊണ്ടും ഇവിടെയുള്ളവരും ഇത്തരത്തിലുള്ള സംശയങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ഈ മരണം നടന്ന രാത്രിയും ഇവർ തമ്മിൽ വഴക്കുണ്ടായിരുന്നതായി ബന്ധുക്കൾ പറയുന്നുണ്ട്. അന്ന് പിറന്നാളായതുകൊണ്ട് സഹോദരിയുടെ അടുത്ത് പോയി ഭക്ഷണം കഴിച്ചു, മധുരം പങ്കിട്ടു. ഈ ജോലി ലഭിച്ച വിവരം സഹോദരിയോട് പറഞ്ഞ ശേഷമാണ് താമസിക്കുന്ന സ്ഥലത്തേക്ക് തിരിച്ചു പോകുന്നത്. അവിടെ വെച്ചാണ് പിന്നീട് അവർ തമ്മിൽ വഴക്കുണ്ടാവുകയും ഭർത്താവ് അവിടെ നിന്ന് ഇറങ്ങി അജ്മാനിലേക്ക് പോവുകയും ചെയ്തു. അജ്മാനിൽ നിന്ന് ഭർത്താവ് ഒരു പുലർച്ചെ 3 മണിയോടുകൂടി എത്തി ഫ്ലാറ്റ് തുറക്കുമ്പോഴാണ് അതുല്യയെ മരിച്ച നിലയിൽ കണ്ടത് എന്നാണ് പോലീസിനോട് മൊഴി നൽകിയിട്ടുള്ളത്. സതീഷ് തന്നെയാണ് മരണവിവരം ഷാർജ പോലീസിനെ അറിയിച്ചിട്ടുള്ളതും. ഇന്ന് അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ ഇതിനെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു ഇവിടെയുള്ള ബന്ധുക്കൾ, പ്രത്യേകിച്ച് സഹോദരി അഖില ഈ ഷാർജയിൽ എത്തരത്തിൽ ഈ കേസിനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളത് വളരെ നിർണായകമാണ്. എന്തായാലും തുടർ നടപടികൾക്കായി അഖിലയും അഖിലയുടെ ഭർത്താവും ഷാർജ ഇന്ത്യൻ അസോസിയേഷനെയും അതേപോലെ തന്നെ ദുബായ് ഇന്ത്യൻ കോൺസുലേറ്റിനെയും സമീപിച്ചിട്ടുണ്ടെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ജിൻസി, ശരി, എന്തായാലും ഇതിൽ ഷിനോജ് പറഞ്ഞത് തന്നെയാണ് ഒരു വസ്തുത. അഖിലയുടെ സഹോദരി അതുല്യയുടെ സഹോദരി അഖില അവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയൊരു തുടർ നിയമ നടപടികളിലേക്ക് കടക്കണമെങ്കിൽ തെളിവുകളുടെ അടിസ്ഥാനത്തിലൊക്കെ ഷാർജയിൽ അത്തരം നടപടികളിലേക്ക് കടക്കാവുന്നതാണ്. കുറച്ചുകൂടെ ശക്തമായ നിയമവ്യവസ്ഥ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ കുറ്റക്കാരാണെന്ന് അവർ ഉറച്ചു വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഒരു പരമാവധി ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ കഴിയുന്നതുമാണ്. അത്തരം നടപടികളിലേക്ക് ഇനി അതുല്യയുടെ സഹോദരി അഖില കടക്കുമോ എന്നുള്ളത് കൂടിയാണ് കണ്ടറിയേണ്ടത്. എന്തായാലും അസ്വാഭാവിക മരണത്തിന് ഷാർജയിൽ കേസെടുത്തിട്ടുണ്ടെന്ന് അറിയുന്നു. നാട്ടിൽ സതീഷിനെതിരെ കൊലക്കുറ്റം ചുമത്തിയും കേസെടുത്തിട്ടുണ്ട്. നമ്മുടെ പ്രേക്ഷകൻ ഇല്യാസ് പറയുന്നത് ഇനിയൊരു കുടുംബത്തിനും ഇങ്ങനെ സംഭവിക്കാൻ പാടില്ല. കാര്യങ്ങൾ വീട്ടുകാർ അന്വേഷിച്ച് മുന്നോട്ട് പോകില്ല എന്ന് കണ്ടാൽ വീട്ടിലേക്ക് വരാൻ പറയണം. യെസ്, അത് തന്നെയാണ്. നമുക്ക് ജീവിതത്തിൽ ഇഷ്ടമില്ലാത്ത ഇടങ്ങളിലൊക്കെ ഒരുപക്ഷെ നിൽക്കേണ്ടി വരും. പക്ഷേ ആർജവത്തോടെ അത് തെറ്റായി പോയി എന്ന് കണ്ടാൽ അവിടെ നിന്ന് ഇറങ്ങിപ്പോരാനുള്ള മനസ്സ് കാണിക്കണം. അതുകൂടിയാണ് നമ്മളുടെ ജീവിത വിജയത്തിന്റെ ഒരു പ്രധാന ഘടകങ്ങളിലൊന്ന്. ഒരു സപ്പോർട്ട് അപ്പോഴും ഈ ഒരു അവസരത്തിൽ എല്ലാവർക്കും കിട്ടിയെന്ന് വരില്ലെങ്കിൽ പോലും നമുക്ക് അത്തരം ഒരു ആർജവം സ്വയം ഉണ്ടാക്കിയെടുക്കാൻ കൂടി സ്ത്രീകൾക്ക് കഴിയണം എന്നുള്ളത് കൂടിയാണ് വിഭജികയുടെയും ഒപ്പം തന്നെ അതുല്യയുടെയും ഒക്കെ മരണത്തിൽ നിന്ന് നമുക്ക് ഉൾക്കൊള്ളാവുന്ന പാഠം. എന്തായാലും ശക്തമായ നിയമ നടപടികളിലേക്ക് കുടുംബം കടക്കുമെന്നുള്ളതിന്റെ സൂചനകൾ കൂടി അച്ഛനും അമ്മയും ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ നൽകുന്നുണ്ട്. വരും ദിവസങ്ങളിൽ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ, ഒപ്പം തന്നെ അതുല്യയുടെ സംസ്കാര ചടങ്ങും മൃതദേഹം നാട്ടിലെത്തിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ പുരോഗമിക്കുകയാണ്. തുടങ്ങിയ വിവരങ്ങൾ കൂടിയാണ് ഷിനോജ് ഷംസുദ്ദീനും ഒപ്പം തന്നെ കൊല്ലത്ത് നിന്ന് ലിജോ റോളൻസും നൽകിയത്.